SCRT തയ്യാറാക്കിയ കൈപ്പുസ്തകത്തിൽ സുഭാഷ് ചന്ദ്രബോസിനെ തെളിയിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളുണ്ട്. ബ്രിട്ടനെ പറയുന്നതാണ്. അതിൽ പാഠ്യപദ്ധതി പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് 4ാം ക്ലാസ്സിൽ പരിഷ്കരിച്ച പരിസര പഠനം ടീച്ചർ ടെക്സ്റ്റിൻ്റെ കരടിൽ നേതാജി സുഭാഷ് ചന്ദ്രബോസിൻ്റെ വിവരണത്തിൽ ചരിത്രപരമായ ചില പെശകൾ സംഭവിച്ചിട്ടുണ്ട്. അത് കരട് പ്രസിദ്ധീകരിച്ചു. കരട് പ്രസിദ്ധീകരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് കരടിൽ കാണുന്ന തെറ്റുകുറ്റങ്ങൾ തിരുത്തി ഇറക്കുന്നതിന് വേണ്ടി പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. എന്നാലും സുഭാഷ് ചന്ദ്രബോസിനെ പോലുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള ഒരു കരടിലാണെങ്കിൽ ഒരു തെറ്റ് വരാൻ വേണ്ടി പാടില്ല. അത് തിരുത്തിയിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ഈ ഭാഗം തയ്യാറാക്കിയ അധ്യാപകരെ ഇനി പാഠപുസ്തക രചനാ സമിതിയിൽ നിന്നും ഡീബാർ ചെയ്തിട്ടുണ്ട്. ഈ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഒരു ഉത്തരവുണ്ടായിരുന്നു. ഉത്തരവ് പ്രധാനമായിട്ടും ഈ എറണാകുളത്തെ സ്കൂള് ക്ലർക്ക് പൊസിഷൻ തസ്തിക ചോദിച്ചുകൊണ്ടിട്ടുള്ള ഒരു അപേക്ഷ നൽകിയിരുന്നു. അപ്പോൾ അതിനൊരു വിചിത്ര വാദം വിദ്യാഭ്യാസ വകുപ്പ് ഉന്നയിക്കുന്നത് ഈ പ്രിൻസിപ്പാൾമാരാണ് ക്ലർക്കിൻ്റെ ജോലി ചെയ്യേണ്ടത്. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഒരു ഫുൾ ടൈം ക്ലർക്കിനെ നിയോഗിക്കേണ്ട ഒരു ആവശ്യം ഇപ്പോൾ ഹയർ സെക്കൻഡറി ഇല്ല. പ്രിൻസിപ്പാൾമാരെ തന്നെ ജോലി ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് പ്രിൻസിപ്പാളുടെ ജോലി ചെയ്താൽ മതി. വിദ്യാഭ്യാസ ഡയറക്ടറേറ്റിൽ നിന്ന് അങ്ങനെ ഒരു ഉത്തരവ് ഇറക്കിയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു പെശ സംഭവിച്ചിട്ടുള്ളതായിരിക്കും. അപ്പോൾ ക്ലർക്കന്മാരുടെ ജോലി കൂടെ ചെയ്യണമെന്നുള്ള, പ്രിൻസിപ്പാൾമാർ ചെയ്യണമെന്നുള്ള ഉത്തരവിൽ അതിൽ പരാതിയുള്ള ഭാഗം എന്ന് പറഞ്ഞാൽ ക്ലർക്കന്മാരുടെ ജോലി കൂടി ചെയ്യണമെന്നുള്ളത് അത് റദ്ദ് ചെയ്യും.